നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർട്ടി ഫോറത്തിൽ അംഗങ്ങൾക്ക് നേതൃത്വത്തിനെതിരെ വിമർശിക്കാമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെ പരസ്യ പ്രതികരണം അനുവദിക്കില്ലെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി. തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി എന്ന രൂപത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും EN സുരേഷ് ബാബു. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ സ്മരണ ഉയർത്തി നാട്. EK നായനാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയവും ആവേശവുമായിരുന്നെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയ നായനാർ മരണം വരെ പോരാളിയായിരുന്നെന്നും ജില്ലാ സെക്രട്ടറി. ജാതി അധിക്ഷേപം നടത്തുന്നത് പൊതുജന മധ്യത്തിലാണെങ്കിൽ മാത്രമേ SC/ST വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയാൻ നിയമപ്രകാരം കേസെടുക്കാനാകൂ എന്ന സുപ്രീം കോടതിയുടെ പുതിയ വിധി അത്യന്തം ആശങ്കാജനകമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. സാക്ഷികളൊന്നുമില്ലാത്ത സ്വകാര്യയിടത്താണ് അധിക്ഷേപമെങ്കിൽ കേസെടുക്കാനാകില്ലെന്ന ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിത്രയുടെയും NV അഞ്ചാരിയും ഉൾപ്പെടെ സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും PKS. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കവർച്ചാ മോഷണം അടക്കം നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കുട്ടിച്ചാത്തൻ ഫിജോ റിമാൻഡിൽ. കുട്ടിച്ചാത്തൻ ഫിജോയെ അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. കുളപ്പുള്ളി ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട വീടിന്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജ്. സംഭവത്തിൽ 3 പേർ നേരത്തെ പിടിയിലായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്നാണ് 14 കിലോ കഞ്ചാവ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. പാർട്ടി ഫോറത്തിൽ അംഗങ്ങൾക്ക് നേതൃത്വത്തിനെതിരെ വിമർശിക്കാമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെ പരസ്യ പ്രതികരണം അനുവദിക്കില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു സുരേഷ് ബാബു. ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി എന്ന രൂപത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ ഇരുന്ന നേതാക്കളെ വിമർശിക്കാൻ അവകാശമുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലിരുത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ല. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കും. ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവി പ്രതീക്ഷിച്ചതല്ല. ഇവിടങ്ങളിലെ തോൽവി പാർട്ടി വിശദമായി പരിശോധിക്കും. CPIM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് വിവാദമായിരുന്നു. പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ A വിജയരാഘവൻ, KS അലീഖ എന്നിവർ അബ്ദുൾ ഷുക്കൂറുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിലും അബ്ദുൾ ഷുക്കൂർ പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ തോറ്റത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 3 മണ്ഡലങ്ങളാണല്ലോ. കോങ്ങാട്, തൃത്താല, അതുപോലെ ചിറ്റൂർ. ഈ 3 മണ്ഡലങ്ങളിലെ തോൽവിയും നല്ല നിലയ്ക്ക് പരിശോധന നടത്തും. എവിടെയാണ് ഞങ്ങൾക്ക് ഇതിലെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, ആ വീഴ്ച എങ്ങനെ വന്നു എന്നുള്ളത് വസ്തുതാപരമായി ഓരോ ബൂത്തുകളിലും ഞങ്ങൾ പരിശോധന നടത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പരിശോധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. അതെൻ്റെ പാർട്ടിപരമായി സംഘടനാപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ അത്തരത്തിലൊരു കാര്യം ചെയ്യും. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തിരുത്തണമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദം അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവര് പറയുന്ന കാര്യം അത് പുച്ഛത്തോടു കൂടി തള്ളുന്നതല്ല. മനസ്സിലായി, അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ അയാൾക്കത് തോന്നിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് തോന്നിയത് അയാളോടാണ് ചോദിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. EK നായനാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയവും ആവേശവുമായിരുന്നെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങിയ നായനാർ മരണം വരെ പോരാളിയായിരുന്നെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. EK നായനാരുടെ 24ാമത് ചരമദിനാചരണം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിലെത്തിയ നായനാർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് മുന്നണി പോരാളിയാകുകയായിരുന്നു. കൃഷ്ണപിള്ള നേതൃത്വം കൊടുത്ത ബാലസംഘത്തിൻ്റെ കല്യാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റായതോടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകനായി മാറി. AKG കൃഷ്ണപിള്ള തുടങ്ങിയ മുൻനിര നേതാക്കളുടെ ശൂന്യത നികത്തിയത് EK നായനാരാണ്. പാർട്ടി രംഗത്തും ഭരണരംഗത്തും അധികാരങ്ങൾ കൈയാളിയ നായനാർ കമ്മ്യൂണിസ്റ്റ് ശൈലിയെ ചേർത്ത് പിടിച്ചു. പാർട്ടിക്കുണ്ടാകുന്ന താൽക്കാലിക പ്രതിസന്ധികൾ മറികടക്കാൻ EK നായനാരെ പോലുള്ള മുന്നണി പോരാളികൾ എന്നും ആവശ്യമാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഇപ്പോൾ നടത്തുമ്പോൾ 2004 അദ്ദേഹം നമ്മെ വിട്ട് പിരിയുന്നത്. മെയ് മാസം വോട്ടെടുപ്പ് കഴിഞ്ഞ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, സഖാവ് നായനാർ നമ്മെ വിട്ട് വിടവാങ്ങുന്നു. ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു, ചിന്തയുടെ പത്രാധിപരായിരുന്നു.
ദേശാഭിമാനി പത്രത്തെ ജീവവായു പോലെ കൊണ്ടു നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. ഏറ്റവും അവസാനം വായിച്ച ദേശാഭിമാനി പത്രം എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ശരീരത്തിനോടൊപ്പം ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അത്തരത്തിൽ ഏവർക്കും ജീവിതകാലത്ത് ആവേശം പകരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചാഞ്ചാട്ടമില്ലാതെ അചഞ്ചലതയോടുകൂടി നയിക്കുകയും ചെയ്യാൻ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിക്ക് കഴിഞ്ഞു. MLA പ്രേംകുമാർ, CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജാതി അധിക്ഷേപം നടത്തുന്നത് പൊതുജന മധ്യത്തിലാണെങ്കിൽ മാത്രമേ SC/ST വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കാനാകൂ എന്ന് സുപ്രീം കോടതിയുടെ പുതിയ വിധി അത്യന്തം ആശങ്കാജനകമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. സാക്ഷികളൊന്നുമില്ലാത്ത സ്വകാര്യ ഇടത്താണ് അധിക്ഷേപമെങ്കിൽ കേസെടുക്കാനാകില്ലെന്ന ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിത്രയും NV അഞ്ചാരിയും ഉൾപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സംഘടനാ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ദളിത് സംഘടനകളും പട്ടികജാതി ക്ഷേമ സമിതി ഉൾപ്പെടെ നടത്തിയിട്ടുള്ളതാണ്. ഈ അവസാനമായി വന്ന വിധി എന്ന് പറയുന്നത് ഇവിടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അധിക്ഷേപിക്കുന്നത് പൊതുനിലങ്ങളിലാണ്, അല്ലെങ്കിൽ അതിനെല്ലാം സാക്ഷികൾ കാണാൻ സാക്ഷികളുണ്ട് എന്നതിൽ മാത്രമാണ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇനി അതിന് സാക്ഷികളുണ്ടെങ്കിലും അതിന് സാക്ഷികളില്ലാതാക്കി. പ്രതിഷേധ യോഗം PKS ജില്ലാ സെക്രട്ടറി OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി M ഉണ്ണികൃഷ്ണൻ, ഏരിയ പ്രസിഡന്റ് K കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S ശിവരാമൻ, ജയപ്രകാശ്, ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കവർച്ചാ മോഷണം അടക്കം നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കുട്ടിച്ചാത്തൻ ഫിജോ റിമാൻഡിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുളപ്പുള്ളി ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട വീടിൻ്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജനാണ് അറസ്റ്റിലായത്. കേസിൽ നേരത്തെ 3 പേർ അറസ്റ്റിലായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് കേസിനാസ്പദമായ സംഭവം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് കുളപ്പുള്ളി ഗുരുവായൂരപ്പൻ നഗറിലെ അടച്ചിട്ടിരുന്ന വീടിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറിയ പ്രതികൾ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2008 മോഡൽ ഹോണ്ട ആക്ടിവ സ്കൂട്ടറും മോഷ്ടിച്ചത്. കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രധാന പ്രതിയായ നടരാജനിലേക്ക് എത്തിയത്. മോഷണം നടത്തിയ ശേഷം ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നുകളയുകയാണ് രീതി. പോലീസ് പിന്തുടരാതിരിക്കാൻ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. പ്രതിക്കായുള്ള അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ മേട്ടുപ്പാളത്തിൽ നിന്നും ഇയാളെ അതിസാഹസ്യമായി പിടികൂടിയത്. ദിവസങ്ങൾക്ക് മുൻപ് പ്രതി കാസർഗോഡ് ബേക്കൽ ഭാഗത്തു നിന്നും 45 പവൻ സ്വർണവും 35,000 രൂപയും മോഷണം നടത്തിയതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കേസിൽ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ അബ്ദുൽ സലാം, സുഹൈൽ, കാസർഗോഡ് ആലങ്കൊമ്പ് കൊപ്രപ്പറമ്പിൽ KP സിദ്ദിഖിനെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായ നടരാജന് പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലും കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി 30-ലധികം കേസുകളുണ്ട്. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം DYSP സാജു K എബ്രഹാം, CIP വിഷ്ണു, SI KP അശ്വിൻ, SIമാരായ ബിനോയ് കുര്യാക്കോസ്, ബാബുരാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T സജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജീഷ് ശേഖർ, ഡിൻഡു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്നാണ് 14 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിലെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ സീറ്റിനടിയിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെടുത്തത്. ബാഗിനുള്ളിൽ 7 പൊതികളായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. റെയിൽവേ പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാം എന്നാണ് പോലീസ് പറയുന്നത്. 14 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.
വരും ദിവസങ്ങളിലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് അനിൽ മാത്യു അറിയിച്ചു. ഇതിനു മുൻപും ഷൊർണൂരിലെത്തുന്ന ട്രെയിനുകളിൽ നിന്ന് പല തവണകളായി കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കാരക്കാട് പ്രദേശത്ത് കോറി ആരംഭിക്കാനുള്ള പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി യോഗം ചേർന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. 23 പേരുടെ അഭിപ്രായങ്ങൾ കേട്ടു. ഭൂരിഭാഗം പേരും അനുമതി നൽകരുതെന്ന വാദമുയർത്തി. വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി 5 ദിവസത്തിനകം തിരുവനന്തപുരത്തെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുമെന്ന് ചീഫ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ KS വിനയ പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് പ്രദേശത്തെ സ്വകാര്യ വ്യക്തി കോറി ആരംഭിക്കുന്നതിനായി പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനായാണ് ചൊവ്വാഴ്ച രാവിലെ വാടാങ്കുഷിയിലെ ബ്ലൂ ഡയമണ്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ യോഗം ചേർന്നത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K. സുനിൽകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. പ്രാരംഭത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി വക്താവ് വിഷയം അവതരിപ്പിച്ചു. 500 മീറ്ററിനുള്ളിൽ മറ്റ് കോറികൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് കോറികൾ ഉള്ളതുകൊണ്ട് പദ്ധതി B1 കാറ്റഗറിയായി കൺസിഡർ ചെയ്യുകയും അതിന് ഒരു പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമായി വരികയും അതിനോടനുബന്ധിച്ചുള്ള പരിസ്ഥിതി ആഘാത പഠനമാണ് ഇവിടെ നടക്കുന്നത്. പദ്ധതിയുടെ EIA നടത്തിയിട്ടുള്ളത്, EIA കണ്ടക്ട് ചെയ്തിട്ടുള്ളത് NABET QC അപ്രൂവ്ഡ് ആയിട്ടുള്ള പരിവേഷ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. പദ്ധതിയുടെ ശാസ്ത്രീയമായ മൈനിങ് പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ശ്രീ VK റോയി എന്ന RQP ആണ്. പിന്നീട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി 23 പേർ അഭിപ്രായങ്ങൾ പറഞ്ഞു. 2-3 പേർ പദ്ധതിക്ക് അനുകൂലിച്ച് സംസാരിച്ചു. ബാക്കിയുള്ള ഭൂരിഭാഗം പേരും പദ്ധതിക്ക് അനുമതി നൽകരുതെന്ന വാദവുമായി എതിർ അഭിപ്രായം ഉന്നയിച്ചു. പൊതുവികാരത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നാട്ടുകാർക്കുള്ള ആശങ്ക അത് ഓരോരുത്തർ പറയും. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളത് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ഒരു ഞങ്ങളെ നാടിനും നാട്ടുകാർക്കും ആശങ്കയില്ലാത്ത തരത്തിൽ, ഭീഷണിയില്ലാത്ത തരത്തിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആ വഴിക്കൂടെയും ഈ കോറിയിലേക്ക് പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ വില്ലേജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടും പോവാം. അപ്പോൾ അത് ഏത് വഴിക്കൂടെയാണ് ഇതിന് റോഡ് കാണിച്ചിട്ടുള്ളതെന്നും ഒന്നറിയാനുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ വാർഡിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ കോറിയായിട്ടും ഇവിടുന്ന് പോണ വാഹനങ്ങളായിട്ടും ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകളാണ്. ഈ കോറി തുടങ്ങിയാലുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർ കാരണവശി വില്ലേജിൻ്റെ അവിടെ നിന്ന് വന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു കോറി ഒരു നാടിന് നല്ലതാവുന്നത് ഒന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് അറിയായിട്ട് ചോദിക്കുകയാണ്. ഒരു കോറി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിന് ആപത്തായിട്ട് മാറുന്നതാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാർ 4 കോറികളാണ് നിർത്തലാക്കിയത്. എന്തുകൊണ്ട് നിർത്തലാക്കി? ജനങ്ങൾക്കുണ്ടായ ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്കും പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കില്ലെന്നും പ്രസിഡന്റ് PP വിജയനും യോഗത്തെ അറിയിച്ചു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ വിശദമായി കേട്ടു. വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി 5 ദിവസത്തിനകം തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിക്ക് കൈമാറുമെന്ന് ചീഫ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ KS വിനയ പറഞ്ഞു. അവരാണ് പാരിസ്ഥിതിക അനുമതി നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതെന്നും വിനയ പറഞ്ഞു. യോഗത്തിൽ ADA K. സുനിൽകുമാർ, KS വിനയ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ B. സുചിത്ര എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണിടിച്ചിലുണ്ടായ ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിൻ്റെ ഇരുവശത്തെയും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായി. ഇതോടെ നിലവിലുള്ള ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും പിൻവലിച്ചു. പടിഞ്ഞാറ് ഭാഗത്തെ പണി പൂർത്തിയായതോടെ ഭിത്തി ബലപ്പെടുത്താനുള്ള സമയം കണക്കിലാക്കിയാണ് നിലവിലുള്ള ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും പിൻവലിക്കാൻ സാധിച്ചതെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് പാലത്തിൻ്റെ കിഴക്കുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഇവിടെ ഭിത്തി നിർമ്മിച്ച മണ്ണ് നിറയ്ക്കൽ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായിരുന്ന പടിഞ്ഞാറ് ഭാഗത്തും ആശങ്കകൾക്കൊടുവിൽ വിജയകരമായി നിർമ്മാണം പൂർത്തിയാക്കി. ഇവിടെ നിലവിൽ മണ്ണ് നിറയ്ക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ ഒറ്റപ്പാലം ടൗണിലേക്ക് പ്രവേശിക്കേണ്ടതില്ലാത്ത വാഹനങ്ങൾ മംഗലം, മുരുക്കുംപറ്റ, വരോട്, കോതകൃഷി, വാണിയംകുളം വഴി ചുറ്റിയാണ് സർവീസ് നടത്തുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്തിയ ആദ്യ ദിവസത്തിൽ റൂട്ട് മാറ്റം കൃത്യമായി നടപ്പാക്കാത്തത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. എന്നാൽ പിന്നീട് പോലീസും അധികൃതരും കൃത്യമായ ഇടപെടലുകൾ നടത്തി രംഗത്തിറങ്ങിയതോടെ കുരുക്ക് വൻതോതിൽ ഒഴിവാക്കാൻ സാധിച്ചു. മഴക്കാലം ശക്തമാകുന്നതിന് മുൻപ് പാലത്തിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് തീർക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജൂൺ പകുതിയോടെ ഇതിനുള്ള പണികൾ തീർക്കുമെങ്കിലും അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള അനുബന്ധ ജോലികൾ പൂർത്തിയാക്കാൻ
കാലവർഷം കഴിയേണ്ടി വരും. പാലം വരുന്നതോടെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് NKNTU പെൻഷനേഴ്സ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കോങ്ങാട് വെച്ച് നടന്ന ജില്ലാ കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കേണ്ടത് അത് അവകാശമാണ്. ആ ക്ഷേമനിധി ബോർഡുകൾക്ക് ഒട്ടനവധി കാശ് തിരുമറി ചെയ്തിട്ട് നമ്മുടെ പിണറായി സർക്കാർ തൊഴിലാളികളുടെ ഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വെച്ച പണം തിരുമറി ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ വരുന്ന ആളുകളെ നമ്മുടെ UDF സർക്കാരിന്റെ സതീശന്റെ നേതൃത്വത്തിൽ ഇതിനൊക്കെ ഒരു അവലോകനം നടത്തുകയും ഇതിന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് പൂർവ്വകാലമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ എല്ലാ നേട്ടങ്ങളും തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് ഭാഷാവൽക്കരണം നടത്തേണ്ടത് പത്രത്തിലെത്താം. ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് N മുരളീധരൻ ബോധവൽക്കരണ ക്ലാസ്സെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി VN കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. NKNTU സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി A മനോജ്, സുധീർ കുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി TA സഹദേവൻ, MP ശോഭന എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ NSP സ്കോളർഷിപ്പ് നേടിയ ഹർഷയെ ഉപഹാരം നൽകി ആദരിച്ചു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്നും എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യണമെന്നും കിടപ്പ് രോഗികൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി മുഖേന പെൻഷൻ നൽകണമെന്നും കൺവെൻഷൻ UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി 16ാം വാർഷികം ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. 35ഓളം വരുന്ന ആളുകൾക്ക്, അത് ഷൊർണൂരിൽ മാത്രം അല്ല ജീവിതയുടെ ഒരു പ്രവർത്തനം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള വാണിയംകുളത്തിലെ പോലും നിർധനരായ ആളുകൾക്ക് പെൻഷൻ നൽകുന്നുള്ളത് വളരെയധികം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ജീവിതയ്ക്ക് ലഭിക്കുന്ന സഹായത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സുമനസ്സുകളായുള്ളവരുടെ സഹായം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ജീവിത ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത്. സൊസൈറ്റി ചെയർപേഴ്സൺ KV സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ചേത്തലമന നീലകണ്ഠൻ മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ CK സൗമ്യ, KM ശാന്ത, പ്രജാവതി, കലാമണ്ഡലം ബലരാമൻ, പ്രവീൺ കുഞ്ഞൂസ്, OV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉഷാദേവി സ്വാഗതവും സംഗീത ശിവദാസ് നന്ദിയും പറഞ്ഞു. വേദപണ്ഡിതനും സാമൂഹിക പ്രവർത്തകനും ലോകമാന്യ തിലക സംസ്കൃതി പുരസ്കാര ജേതാവുമായ പ്രൊഫസർ നീലകണ്ഠൻ തന്ത്ര സമുച്ചയം എന്ന സംസ്കൃത ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും നാരായണത്തിൻ്റെ വ്യാഖ്യാനവും നിർവഹിച്ചു. സംസ്കൃത ഗ്രന്ഥകർത്താവായ KM ശാന്തി ടീച്ചർ, ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് സേവനം അർപ്പിച്ചു വരുന്ന പ്രഭാവതി ടീച്ചർ, മൃദംഗ പരിശീലന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കലാമണ്ഡലം ബലരാമൻ, നിരവധി കായിക പ്രതിഭകളെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന FIFA അംഗീകൃത ഫുട്ബോൾ പരിശീലകൻ പ്രവീൺ കുഞ്ഞുമോൻ എന്നീ മഹത് വ്യക്തികളെ ആദരപത്രം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ 5 ഗ്രാൻഡ് ഫിനാലയിൽ ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുത്ത രേഷ്മ സന്ദീപ്, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ സ്മരണയ്ക്കായി കവളപ്പാറ കലാസാഗർ ഏർപ്പെടുത്തിയ അവാർഡിനർഹമായ KV രാമചന്ദ്രൻ, 65ാമത്തെ ശബരിമല ദർശനം നടത്തുന്ന ജീവിതയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ആത്മീയ മൂല്യങ്ങളും സേവനാനുഭവവും കൈമുതലാക്കിയ സമൂഹത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്ന രാജേഷ് ഗുരുസ്വാമി, നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ സ്വർണം നേടിയ ജീവിതാംഗം വിനോദ് കൃഷ്ണൻ, ഷോർട്ട് ഫിലിംസ് സംഗീത സംവിധാന രംഗത്ത് ഷൊർണൂരിൻ്റെ സാന്നിധ്യം അറിയിച്ച ശ്യാം സന്ദർശി വാര്യർ, എവറസ്റ്റ് ബേസ് ക്യാമ്പിലൂടെ എവറസ്റ്റ് കീഴടക്കിയ ഇരട്ടമ്പലം പൂജാരിയായ ശ്രീലൻ MB, സിനിമാ സംഗീതാലാപന രംഗത്ത് ഷൊർണൂരിൻ്റെ സാന്നിധ്യം അറിയിച്ച ശ്രീജ തുളസീധരൻ, പെഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിനെതിരെ ആദിശങ്കരൻ്റെ കാലടിയിൽ നിന്ന് കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോളിൽ NOC ഉള്ള ശാരദാവരെ, LOC ചരിത്രയാത്രയിൽ പങ്കെടുത്ത വിപിൻ K, ജീവിതയുടെ ഭാഗമായി അനവധി വർഷങ്ങൾ സംഗീതാധ്യാപകനായി പ്രവർത്തിച്ച ദേവദാസ്, ജീവിതയിലെ അധ്യാപകരായ സംഗീതാധ്യാപകൻ ഹരികൃഷ്ണൻ, ആത്മീയ പഠനം സുമ KP, നൃത്താധ്യാപിക വൈദേഹി, ഡ്രോയിങ് മാഷ് വിനോദ് പാറേക്കളത്തിൽ, ആയോധന കലാധ്യാപകൻ മകേഷ്, കൂടാതെ കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു. കൂടാതെ നാഷണൽ ലെവൽ അബാക്കസ് മത്സരത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവൽ അബാക്കസ് മത്സരത്തിലേക്ക് കുട്ടികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരായ ദേവീക്ഷ K, രജനി BP എന്നിവരെയും അനുമോദിച്ചു.
രാമായണം ക്വിസ് ജേതാക്കളായ ജാനകി, അനാമിക, രാധ എന്നിവരെയും ആദരിച്ചു. NMMSF 2025-26 ജേതാവായ ശ്രീഹരി KM, സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ അനാമിക, സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ പാലക്കാട് ടീം അംഗമായ അബീശ്വര്യ എന്നിവരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മഴക്കാലപൂർവ്വ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളശ്ശേരി പഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ കയറി വളരെയധികം കൃത്യമായും വൃത്തിയായും സമയബന്ധിതമായും ഉള്ള പരിശോധനയുടെ ഭാഗമായി മറ്റു പഞ്ചായത്തുകളിൽ നിന്നെല്ലാം അപേക്ഷിച്ച് കേരളശ്ശേരി പഞ്ചായത്തിലെ അത്ര വലിയ മാരക രോഗങ്ങളോ മഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് വലിയ അസുഖങ്ങളോ ഒന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇടയാക്കാത്ത ഒരു പഞ്ചായത്താണ് കേരളശ്ശേരി പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കേരളശ്ശേരി മുതൽ തർക്കശ്ശേരി വരെയും വടശ്ശേരി വരെയും പൊതുസ്ഥല ശുചീകരണ പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാ, അംഗൻവാടി വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരി വ്യവസായി, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമാമുരളി സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുഭാഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് പൊതുസ്ഥല ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ വാർഡ് തല ശുചിത്വ ആരോഗ്യ സമിതികളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടികൾ ഊർജിതമാക്കി ഉറവിട മലിനീകരണം, ക്ലോറിനേഷൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുമെന്നും ഓടകളുടെ ശുചീകരണം നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അറിയിച്ചു. മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വിഭാഗം ആളുകളുടെ വ്യാപാരി വ്യവസായി, തട്ടുകട, കുടിവെള്ള പദ്ധതി തുടങ്ങിയവരുടെ യോഗങ്ങൾ നടത്തിയതായും വാർഡ് തലത്തിൽ റബ്ബർ തോട്ടം ഉടമകളുടെ യോഗങ്ങൾ ഉടനടി വിളിച്ചു ചേർക്കുമെന്നും അറിയിച്ചു. മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നവർക്കെതിരെയും ദ്രവമാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കിവിടുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടിയുണ്ടാകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടി ഫോറത്തിൽ അംഗങ്ങൾക്ക് നേതൃത്വത്തിനെതിരെ വിമർശിക്കാമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെ പരസ്യ പ്രതികരണം അനുവദിക്കില്ലെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി. തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി എന്ന രൂപത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും EN സുരേഷ് ബാബു. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ സ്മരണ ഉയർത്തി നാട്. EK നായനാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയവും ആവേശവുമായിരുന്നെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയ നായനാർ മരണം വരെ പോരാളിയായിരുന്നെന്നും ജില്ലാ സെക്രട്ടറി.
ജാതി അധിക്ഷേപം നടത്തുന്നത് പൊതുജന മധ്യത്തിലാണെങ്കിൽ മാത്രമേ SC/ST വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയാൻ നിയമപ്രകാരം കേസെടുക്കാനാകൂ എന്ന സുപ്രീം കോടതിയുടെ പുതിയ വിധി അത്യന്തം ആശങ്കാജനകമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. സാക്ഷികളൊന്നുമില്ലാത്ത സ്വകാര്യയിടത്താണ് അധിക്ഷേപമെങ്കിൽ കേസെടുക്കാനാകില്ലെന്ന ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിത്രയുടെയും NV അൻസാരിയും ഉൾപ്പെടെ സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും PKS. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കവർച്ചാ മോഷണം അടക്കം നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കുട്ടിച്ചാത്തൻ ഫിജോ റിമാൻഡിൽ. കുട്ടിച്ചാത്തൻ ഫിജോയെ അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. കുളപ്പള്ളി ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട വീടിന്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജ്. സംഭവത്തിൽ 3 പേർ നേരത്തെ പിടിയിലായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്നാണ് 14 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.